സർ, ഇന്ത്യക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ താരിഫ് അതിന്റെ ഒരു എഫക്റ്റ് ഇന്ത്യയിൽ വന്നു തുടങ്ങി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പക്ഷെ അപ്പോഴും അവിടെ ഉയരുന്ന ചോദ്യം, അങ്ങനെയായിരുന്നെങ്കിൽ ട്രംപ് ഏറ്റവും കൂടുതൽ ഒരു ശത്രു രാജ്യമായി കണക്കാക്കാനാണ് ഇന്ത്യയെ ഈ രീതിയിൽ താരിഫ് ഉയർത്തിയതെങ്കിൽ അത് ആദ്യം ഉയർത്തേണ്ടിയിരുന്നത് ചൈനയ്ക്ക് മേലായിരുന്നില്ലേ എന്നാണ്. പക്ഷെ 50% ഇന്ത്യക്ക് മേൽ ഉയർത്തി. യഥാർത്ഥത്തിൽ ട്രംപിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ അമേരിക്കയെ ശത്രുവായി കാണുന്ന അല്ലെങ്കിൽ അമേരിക്ക ശത്രുഗണത്തിൽ പെടുത്തിയിട്ടുള്ള രാജ്യങ്ങൾക്ക് താരിഫ് ഉയർത്തുക എന്നതല്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 2030 ആകുമ്പോഴേക്കും GDP റേറ്റിൽ ഇന്ത്യ അമേരിക്കയെ കടത്തും എന്നാണ് ആ റിപ്പോർട്ട്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ട്രംപിന്റെ അല്ലെങ്കിൽ ഈ ഡീപ് സ്റ്റേറ്റുകളുടെ ഒക്കെ ഒരു പ്രവർത്തനം എന്നും വാർത്തകൾ വരുന്നു. എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നതും അത് തന്നെയാണ്. ചൈനയ്ക്ക് ചുമത്താത്ത 50%-ഓളം അധിക തീരുവ ഇന്ത്യക്ക് മേൽ ട്രംപ് ചുമത്തിയതിനു പിന്നിൽ ഒരു സമയത്ത് ട്രംപ് വന്ന ആദ്യ കാലത്ത് മൈ ഫ്രണ്ട് എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യയെ ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇന്ത്യയുടെ വളർച്ച തന്നെയല്ലേ? അതെ, അപ്പൊ അതിന് കാരണം ഇന്ത്യയുടെ വളർച്ച തന്നെയാണ്. ഏതർത്ഥത്തിലും ഇന്ത്യയെ തടയുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു പ്രശ്നമാണ്. ഇത് അമേരിക്കയുടെ ഒരു ഈ പരിശോധിക്കുമ്പോൾ അമേരിക്കയുടെ ഒരു പ്രശ്നമാണ്. അമേരിക്കയ്ക്ക് അപ്പുറം ഒരു രാജ്യങ്ങളും ലോകത്ത് പോകുന്നതിന് വേണ്ടി അനുവദിക്കുന്ന ഒരു പ്രശ്നം ഇല്ല അമേരിക്കയ്ക്ക്. അത് നാളെ കാലത്തെ അമേരിക്ക തൊട്ടടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളല്ല. അമേരിക്കയെ പറ്റി സാമ്പത്തികമായിട്ടും മറ്റേതെങ്കിലും തരത്തിൽ ഒരു പക്ഷേ ഒരു 50 കൊല്ലത്തിന് ശേഷം വരാൻ തയ്യാറെടുക്കുന്ന രാജ്യങ്ങളെ പോലും അവർ ഉറ്റുനോക്കി ലോകക്രമത്തിനകത്ത് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്ന ഒരു രാജ്യം തന്നെയാണ്. അതൊക്കെ അവിടെ നിൽക്കിയിട്ട് പലവട്ടം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു വിഷയത്തിനകത്ത് ഈ ഇന്ത്യയുടെ പോക്ക് നമ്മളെ എല്ലാത്തിനകത്തും ഒരു സർവേയും റിപ്പോർട്ടുകളും അല്ലെങ്കിൽ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളും അന്വേഷണങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഇതിനകത്ത് ലോകക്രമത്തിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഏറ്റവും ഈ എല്ലാ ലോകങ്ങളും അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളും ഒക്കെ മന്ദമായിട്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകുന്നതിന് പല തടസ്സങ്ങളും ഉള്ള സമയത്തും എക്കണോമിക്കൽ ഗ്രോത്ത് പല രീതിയിലും പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ വ്യത്യസ്തമാണ്. അല്ലെങ്കിൽ ഇന്ത്യയുടെ വളർച്ച മറ്റ് പല രാജ്യങ്ങളെയും അപേക്ഷിച്ചിട്ട് സുതാര്യമാണ്, അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പല രാജ്യങ്ങളും ഇന്ത്യയിൽ വന്ന് പല കരാറുകളും വളരെ ഇപ്പോഴല്ല ദീർഘമായിട്ട് ഒപ്പിട്ടുകൊണ്ടിരിക്കുന്നു. അത് GCC രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും യൂറോപ്യൻ നാറ്റോ രാജ്യങ്ങളും ഒക്കെ ഇതിനെ മത്സരിക്കുന്നുണ്ട്. അതായത് നാളെ കാലത്തെ ആ മത്സരം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇല്ലാത്ത മത്സരം. അത് നരേന്ദ്രമോദിയുടെ താടിയുടെ മിനുക്കം കണ്ടുകൊണ്ട് വന്നതല്ല, അല്ലെങ്കിൽ ആ സൗന്ദര്യം കണ്ടുകൊണ്ട് വന്നതല്ല, പുള്ളി എല്ലായിടവും പോയിട്ട് കൈവീശി കാണിച്ചുകൊണ്ട് വന്നതല്ല. നാളെ കാലത്ത് ഈ ലോക രാജ്യങ്ങൾക്കെല്ലാം നിലനിൽക്കണമെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യയെ പോലെ വികസിക്കുന്ന ഒരു രാജ്യത്തിനകത്ത് ബന്ധവും കയറ്റി ഇറക്കുമതിയും അല്ലെങ്കിൽ മറ്റ് ഈ നമ്മളുടെ കമ്പോളവും ഒക്കെ ആവശ്യമായിട്ട് വരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. അപ്പം അതിനുശേഷമാണ് ഈ സിന്ദൂർ വരുന്നത്. സിന്ദൂർ വരിക എന്ന് പറഞ്ഞാൽ പകൽഗാം എന്ന് പറയുന്ന ഒരു വിഷയം പാകിസ്ഥാന് പലപ്പോഴായിട്ട് ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യമാണ്. പക്ഷെ അത് ഒരു പ്രത്യേക സമയത്ത് അല്ലെങ്കിൽ വളരെ ദീർഘമായിട്ട് നടക്കാതിരുന്ന ഒരു കാര്യം ഒരു പ്രത്യേക സമയത്ത് നടക്കുകയും അതിനുശേഷം ഇന്ത്യക്കകത്ത് നമുക്ക് പ്രത്യേക സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഏറ്റവും മോശമായിട്ട് നമ്മൾക്ക് മുന്നോട്ട് വിടാൻ പറ്റാതിരുന്ന അല്ലെങ്കിൽ ലോകം ഇടവിട്ട് നമ്മൾക്ക് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു പ്രദേശമായിരുന്നല്ലോ കാശ്മീർ. ആ കാശ്മീരിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരികയും ഏറ്റവും വലിയ വികസനം ഉണ്ടാവുകയും ഏറ്റവും വലിയ കയറ്റുമതി, അത് ആപ്പിളിന്റെ രൂപത്തിലായാലും മറ്റു പല രൂപത്തിലായാലും ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന രാജ്യമായി, പല വ്യവസായങ്ങളും തമ്പെടുക്കുന്ന രാജ്യമായി. അതായത് ഭയങ്കരമായിട്ടുള്ള വികസനം ആ സംസ്ഥാനത്ത് വന്നപ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ UN ഉൾപ്പെടെയുള്ളതുകൊണ്ട് കാശ്മീരിൽ സന്ദർശനത്തിന് ശേഷം അല്ലെങ്കിൽ UN ഉൾപ്പെടെയുള്ളവർ അവിടെ പ്രശ്നമുണ്ടെന്ന് പറയുന്ന പാകിസ്ഥാനെ ആൾക്കാരെ വിളിച്ചു വരുത്തി അവിടെ ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് പല അന്താരാഷ്ട്ര യോഗങ്ങളും വേണമെങ്കിൽ നടത്താം അല്ലെങ്കിൽ നടത്തി കാണിച്ചു കൊടുത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പൊ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു. ആ പ്രശ്നത്തിന് ശേഷം കാശ്മീരിലെ അവസ്ഥ അറിയാലോ. അപ്പൊ ഇന്ത്യക്കകത്ത് പ്രശ്നമുണ്ടാക്കി അല്ലെങ്കിൽ വിഷയമുണ്ടാക്കി അല്ലെങ്കിൽ നിരന്തരം ഇങ്ങനെ ഉണ്ടാക്കി ഇന്ത്യയുടെ ഗ്രോത്ത്, എക്കണോമിക്കൽ ഗ്രോത്തിനെ അല്ലെങ്കിൽ ലോകം മൊത്തം ഇന്ത്യയിലേക്ക് വരുന്ന ഒഴുക്കിനെ തടയിടുന്നതിന് വേണ്ടിയുള്ള ശ്രമം, രണ്ടാമത്തെ ഒരു ശ്രമം. അപ്പൊ അതിന് പക്ഷെ ഇന്ത്യ തിരിച്ചടി കൊടുത്തു. അത് വിജയിച്ചതുമില്ല, ഇന്ത്യ തിരിച്ചടി കൊടുത്തു. തിരിച്ചടി കൊടുത്തപ്പോൾ ഇന്ത്യക്ക് ഉണ്ടായ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞാൽ തിരിച്ചടിയിൽ ഇന്ത്യക്ക് വീണ്ടും നേട്ടമാണ്.
പല ഗ്രോത്തുകളും പല രീതിയിലുള്ള വളർച്ചയും അല്ലെങ്കിൽ ആയുധ കച്ചവടത്തിന്റെ രൂപത്തിലും ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയതായിട്ടുള്ള ആർക്കും തടുക്കാൻ പറ്റാത്ത ഒരു രാജ്യമാണെന്നുള്ള രീതിയിൽ എല്ലാ രീതിയിലും ഇന്ത്യക്കും വീണ്ടും ഹൈപ്പ് കിട്ടുന്നു. ഇത് അമേരിക്കയെ വളരെ രീതിയിൽ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അതായത് അമേരിക്ക പോലും അടി കിട്ടി. നിങ്ങൾക്കറിയാം, അമേരിക്ക ഇന്നലെ ട്രംപ് പറഞ്ഞു കേട്ടായിരുന്നു, 7 വിമാനങ്ങൾ തകർന്നു. ഇൻഡയറക്റ്റ് ആയിട്ട് പറയും, അയ്യൊക്കെ എന്താ വേണം, ഞാൻ യുദ്ധം നിർത്തി 7 വിമാനങ്ങൾ തകർന്നു. ആരുടെ വിമാനം അപ്പൊ തകർന്നു? നമ്മുടെ സൈനിക മേധാവി പറഞ്ഞു 6 വിമാനങ്ങൾ തകർന്നിട്ടുണ്ട്, അതിനകത്ത് 5 എണ്ണം ഈ യുദ്ധ വിമാനങ്ങൾ, ഒരെണ്ണം ഈ പറയുന്നത് പോലെ എന്ത് വിമാന, ഈ നിരീക്ഷണ വിമാനം. ഇപ്പൊ ഇയാൾ പറയുന്ന 7 വിമാനം ആരുടെയാണെന്ന് ഇയാൾ വ്യക്തത വരുത്തി പറയുന്നില്ല. ഇയാൾ പറഞ്ഞ് വ്യാപാര കരാറിന്റെ കാര്യം പറഞ്ഞ് ഈ പറയുന്നത് പോലെ ഭീഷണിപ്പെടുത്തി ഇന്ത്യയും അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം നിർത്തി, അല്ലെങ്കിൽ അവിടെ ആണവ പരീക്ഷണം അല്ലെങ്കിൽ ആണവായുധം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയെ ആ രീതിയിൽ സ്വാധീനം ചെലുത്തി അല്ലെങ്കിൽ വിരട്ടിയാണ് ഞാൻ നടത്തിയത്. അപ്പൊ ഇന്ത്യ ഇന്നിപ്പം ഇതുവരെ ഏറ്റവും ആദ്യം ഈ പറയുന്ന വ്യാപാര കരാർ ഒപ്പിടും എന്ന് ലോകത്തോട് ട്രംപ് വിളിച്ചു പറഞ്ഞിരുന്ന ഇന്ത്യ ഇതുവരെ ഒപ്പിടാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ അതിനകത്ത് കള്ളത്തരമുണ്ട്. പിന്നീട് 7 വിമാനങ്ങൾ തകർന്നു പറഞ്ഞാൽ എന്തർത്ഥത്തിലാ പറയുന്നേ? അപ്പൊ 7 വിമാനങ്ങൾ ആരുടേതാണ്? F-16 എത്രണ്ണം തകർന്നിട്ടുണ്ട്? നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ ചൈനയുടെ ഒരു വിമാനം തകർന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ബാക്കി വിമാനങ്ങളുടെ ആരുടെയാണെന്ന് പറഞ്ഞിട്ടില്ല. F-16 50ൽ പുറത്ത് ഇന്ത്യ കൊടുത്തിട്ടുള്ള രാജ്യമാ അമേരിക്ക. ഈ പറയുന്ന F-16 പാകിസ്ഥാന്. ഇന്ത്യ F-16 കണക്കെവിടാ? F-16 തകർന്നതായിട്ട് ദേശീയ മാധ്യമങ്ങൾ പറയുന്നുണ്ടല്ലോ, അതിന് തെളിവുകൾ സഹിതം പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇവരുടെ വിമാനം തകർന്നു. മാത്രമല്ല ഇവരുടെ സൈനികര് മരിച്ചില്ലേ? എന്താ ട്രംപ് അറിഞ്ഞില്ലേ ആ കാര്യം? സൈനികര് മരിച്ചല്ലോ. അവർക്കടെ നിയന്ത്രണത്തിൽ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന സൈന്യത്താവളം ആക്രമിച്ചപ്പോഴല്ലയോ ഈ പറയുന്നത് പോലെ യുദ്ധം നിർത്താൻ വേണ്ടി ഈ പാകിസ്ഥാൻ നമ്മളെ അപേക്ഷിച്ചത്. അവിടെ നിന്നായിരുന്നല്ലോ ആണവ ആയുധം പ്രയോഗിക്കാൻ പറ്റുന്ന സൈന്യത്താവളം. ഇത് വളരെ ദീർഘമായിട്ട് അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയ കാലം തൊട്ടേ അവരുടെ കയ്യിലാണല്ലോ. അതിന് പുറകോട്ടേ അവരുടെ കയ്യിലുണ്ട്. അവിടെ അമേരിക്കൻ സൈനികരുണ്ടല്ലോ, അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങളുണ്ടല്ലോ. അവിടെ ബ്രഹ്മോസ് എന്ന് വീണപ്പോഴല്ലേ ഈ പറയുന്ന പോലെ യുദ്ധം നിർത്തേണ്ടി വന്നത്. അപ്പം അതിനകത്ത് അതിനുശേഷം ഈ അമേരിക്കയ്ക്ക്, ഞാൻ ഈ പറഞ്ഞു വന്നത് അമേരിക്കയുടെ താരിഫ് അല്ല പ്രശ്നം. ഈ പറഞ്ഞു വന്നത് പല രീതിയിൽ നോക്കുമ്പോൾ ഇന്ത്യ തടയാൻ പറ്റുന്നില്ല, ഇന്ത്യയെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇന്ത്യയുടെ എക്കണോമിക്കൽ ഗ്രോത്തിനെ പറ്റി വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ തടയാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാനായിട്ട് പരസ്യമായിട്ട് ഇപ്പൊ നിൽക്കുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട്. ഇത് രാജ്നാഥ് സിംഗ് ഒരു കാര്യം പറഞ്ഞു, നമുക്ക് 5 കൊല്ലം യുദ്ധം ചെയ്താലും കുഴപ്പം വരാത്ത രീതിയിൽ സൈനികർ തയ്യാറാവണമെന്ന് സൈനികരുടെ ഒരു മീറ്റിംഗിൽ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ യുദ്ധം ഉടനെ വരാനിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണല്ലോ കഴിഞ്ഞ ദിവസം ഇന്ന് നമ്മൾ സംസാരിക്കുന്നതിന് 2 ദിവസം മുമ്പ് 1/2 ഡസനോളം ഡ്രോണുകൾ കാശ്മീരിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ പറന്നതായിട്ടും, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് കൃത്യമായിട്ട് മുന്നറിയിപ്പ് കൊടുത്തായിട്ടും ഒക്കെ വരുന്നുണ്ട്. നമുക്ക് നിരന്തരമായിട്ട് ഒരു ആക്രമണത്തിലേക്ക് മുതിരുന്നു. അതിന്റെ പുറകിൽ മുതിരുന്നതിന്റെ പുറകിൽ ഈ പറയുന്ന അമേരിക്കയാണ്. അപ്പൊ അമേരിക്ക വളരെ കൃത്യമായിട്ട് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന കാരണം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് ബൈഡന്റെ കാലത്ത് അമേരിക്ക രഹസ്യമായിട്ട് ഇന്ത്യ അടുത്ത് പറഞ്ഞിട്ട് ഇറക്കുമതി ചെയ്തപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ ഇപ്പം യുദ്ധം ചെയ്യുന്നതിന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ പണമാണ് ഉപയോഗിക്കുന്നത് പറയുമ്പോൾ അതേ പണമല്ലേ ഈ പറയുന്ന ചൈനയിൽ നിന്ന് കിട്ടുന്നത്? അതേ പണമല്ലേ യൂറോപ്യൻ രാജ്യങ്ങൾ 50% ചെയ്ത എണ്ണ ഇറക്കുമതി ചെയ്യുമ്പോൾ കിട്ടുന്നത്? അതേ പണമല്ലേ രാസവളം ഇറക്കുമതി ചെയ്യുമ്പോൾ റഷ്യക്ക് അമേരിക്കയിൽ നിന്ന് കിട്ടുന്നത്? അപ്പൊ അതൊന്നുമല്ല കാര്യം. ഇന്ത്യയെ തളയ്ക്കണം. അത് താരിഫിന്റെ രൂപത്തിൽ വന്ന് തളയ്ക്കാൻ നോക്കുമ്പോൾ ഇന്ത്യ പ്രതിരോധം ഏർപ്പെടുമ്പോൾ നാളെ കാലത്ത് ഈ പറയുന്നത് പോലെ ഒരു യുദ്ധം. കഴിഞ്ഞ ദിവസം ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് 3 ഭീകരന്മാർ ബീഹാറിൽ കയറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 ഭീകരന്മാർ, പാകിസ്ഥാൻ ഭീകരന്മാർ. ബീഹാറിൽ ഇലക്ഷൻ വരാൻ പോകുന്നു. അതിന്റെ കൂടെ തമ്പുരാൻ വോട്ട് മോട്ടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അതിന് വേദി ഒരുക്കി കൊടുക്കുന്നു. അപ്പൊ എല്ലാ രീതിയിലും വീണ്ടും ഒരു യുദ്ധകാകളത്തിലേക്ക് പോകുന്നു. അതായത് അമേരിക്കയുടെ താരിഫ് യുദ്ധം എല്ലാ രാജ്യങ്ങളോടും ഏർപ്പെടുത്തുന്നതിന്റെ കൂട്ടത്തിൽ ഏറ്റവും സൗഹൃദമുള്ളതും അമേരിക്കയ്ക്ക് പ്രയോജനമുള്ളതുമായിട്ടുള്ള ഒരു രാജ്യമായിരുന്ന ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ താരിഫ് ഏർപ്പെടുത്തിയതിന്റെ പിന്നിൽ ഈ പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നത് അല്ല. പലവട്ടം ഇതുവരെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ അമേരിക്ക എന്ന് പറയുന്നത് നമുക്ക് ദ്രോഹമേ ചെയ്തിട്ടുള്ളൂ, നമുക്ക് ഒരു ഉപകാരം ചെയ്തിട്ടില്ല. ഇതിനു മുമ്പ് എത്രയോ തവണ ബാൻ വന്നിട്ടുണ്ട്. 71-ലെ 74-ലെ വാജ്പേയിയുടെ കാലത്ത്, അല്ലെങ്കിൽ 65-ലെ പലവട്ടങ്ങൾ. അന്നെല്ലാം നമ്മൾ ദ്രോഹിച്ചിട്ടില്ലേ? നമ്മളെ സഹായിച്ചിട്ടേ ഇല്ലല്ലോ. അപ്പൊ അത്തരത്തിലേക്കുള്ള ഒരു കാര്യങ്ങൾ, അതായത് ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു. ആ രീതിയിലായാലും നമ്മളുടെ എക്കണോമിക്കൽ ഗ്രോത്തിനെ തടയുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം അമേരിക്ക നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പഹൽഗാം നിർത്തിയത് ഞങ്ങളാണ്,
യുദ്ധം വിമാനങ്ങൾ വീണിട്ടുണ്ട്, അത് 7 വീണിട്ടുണ്ട്, അത് ആരുടേതാണെന്ന് പറയാത്ത ഞങ്ങളുടേത് വീണിട്ടുണ്ട്, അതുകൊണ്ട് വേണമെങ്കിൽ നാളെ കാലത്തെ ഒരു യുദ്ധം പ്രതീക്ഷിക്കാം, F-16 അടിച്ചിട്ടുണ്ട് എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് വിചാരിച്ചാലും കുഴപ്പമൊന്നും വരത്തില്ല. അതേപോലെ തന്നെ രാജ്നാഥ് സിംഗ് വേണ്ടി വന്നാൽ ദീർഘകാലമായിട്ട് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഇന്ത്യയെ നമ്മൾ ഒരുക്കുന്നു, അതിനുവേണ്ടി എല്ലാവരും തയ്യാറായി ഇരുന്നു കൊള്ളാൻ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അപ്പൊ എന്തൊക്കെയോ ഉരുണ്ടു കൂടുന്നു, എന്തും പ്രതീക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഏതായാലും താരിഫ് ഇപ്പം ഏറ്റവും അവസാനം പരിശോധിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഏൽക്കുന്ന ഒരവസ്ഥയില്ല, നമ്മൾ അതിനെ അതിജീവിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ്. താരിഫിന്റെ ഗുണം നമ്മൾക്ക് അടിച്ചു തുടങ്ങി, പക്ഷേ അമേരിക്കയിൽ അതിനെക്കാട്ടി വലിയ രീതിയിൽ അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി എന്നാണ് ദേശീയ മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന വാർത്ത. അതാണ്. എന്തായാലും അമേരിക്ക ഏർപ്പെടുത്തിയ താരിഫിന്റെ ഒരു എഫക്ട് ഇന്ത്യയിൽ അടിച്ചു തുടങ്ങിയെങ്കിലും അമേരിക്കയ്ക്കാണ് ഏറ്റവും കൂടുതൽ അതിന്റെ ഒരു പ്രത്യാഘാതം ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യം വ്യക്തമാണ്. ഇന്ത്യയുടെ വളർച്ച അതിവേഗമാണ്. 2030 ലോകത്ത് മറ്റ് ലോകരാജ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തേക്ക് ഒരു വളർച്ച ഇന്ത്യക്ക് ഉണ്ടാകുമെന്ന കാര്യം വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.